തൊടുപുഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ 2 കാട്ടാനകൾ ഇറങ്ങി. പുഴ കടന്നാണ് കാട്ടാനകൾ എത്തിയത്. ആദ്യമായാണ് ഈ പ്രദേശത്തേക്ക് കാട്ടാനകൾ വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതെ, വളരെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത്. ജയൻ രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജയൻ, അപ്രതീക്ഷിതമായി കാട്ടാനകൾ കടന്നു വരുമ്പോൾ നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലായിട്ടുണ്ടാകും സ്വാഭാവികമായും. ഇപ്പോഴും ആ മേഖലയിൽ തമ്പടിച്ചു നിൽക്കുകയാണോ? മാധു, തീർച്ചയായിട്ടും ഒരു നാട് മുഴുവൻ പരിഭ്രാന്തിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, സ്ഥിരം വന്യജീവി ഇറങ്ങുന്ന ഒരു പ്രദേശമാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ടാവും. പക്ഷേ ഇത് ഈ കടവൂര്, അതോടൊപ്പം തന്നെ കലൂര് ഉൾപ്പെടുന്ന ജനവാസ മേഖലയിലേക്കാണ് ഈ കാട്ടാനകൾ, 2 കാട്ടാനകൾ അത് കൂട്ടം തെറ്റി എത്തിയതാണ് എന്നുള്ളതാണ് കരുതുന്നത്. ആദ്യം ഇന്നലെ വൈകുന്നേരം ഈ ഭാഗത്തു നിന്ന് ഇറങ്ങി കലൂർ ഭാഗത്തേക്ക് വരെ ഈ ആന എത്തിയിരുന്നു. അവിടെ ആളുകൾ ഇന്ന് രാവിലെ പൈനാപ്പിൾ തോട്ടത്തിലടക്കം ഈ 2 കാട്ടാനകളെ കണ്ടിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ബഹളം വെച്ചിപ്പോൾ ഓടിച്ച് ഈ വനമേഖലയോട് ചേർത്ത്, അതായത് മുള്ളിരിങ്ങാട് ഉൾപ്പെടുന്ന ഒരു പ്ലാന്റേഷൻ ഉണ്ട് വനം വകുപ്പിൻ്റെ, ആ ഭാഗത്തിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആന കാട്ടിൻ്റെ അകത്തേക്ക് പോകാതെ അത് ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ആളുകളെല്ലാം ബഹളം വെച്ച് ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദിവിഷ്. ശരി, എന്തായാലും സാധാരണഗതിയിൽ ആന വരാത്ത ഒരിടത്തേക്കാണ് ആളുകൾ ഓടി മാറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വളരെ വേഗത്തിലാണ് ആനകൾ ഓടി വന്നതും. ഈ കാടിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് പിന്നെയും അവർക്കൊരു കരുതലുണ്ടാവും. ഇതല്ലാത്ത ഇടങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾ വല്ലാതെ ഭയപ്പെട്ടു പോകും. എന്തായാലും 2 ആനകളാണ് തൊടുപുഴയിലെ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ജെയിൻ, നേരത്തെ ഒന്നും ഇങ്ങോട്ടേക്ക് ആനകൾ വന്നിട്ടില്ലെന്നാണോ? ഇതിപ്പോ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ് സാധാരണ വനഭൂമിയൊക്കെ ഉള്ളത്? ദിവിഷ്, ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് ഈ പ്ലാന്റേഷൻ ഏരിയയിലേക്ക്. പക്ഷേ ആന അതിനും അപ്പുറം ദൂരത്തേക്ക് എത്തിയിരുന്നു. കടവൂർ എന്ന് പറയുന്നത് തൊടുപുഴ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാം, ഇതിനു മുമ്പ് ഇവിടെ കാട്ടാൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ ആദ്യമായിട്ടാണ് സംഭവം വരുന്നത്. ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു റൗണ്ടിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലത്ത് കൃഷിനാശം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ പറമ്പിലോട്ടൊക്കെ കയറി അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഭാഗത്ത് കണ്ടല്ലേ? ഇതിപ്പോ അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങ് ചെല്ലുമ്പോഴത്തേ മലയുടെ അടിവാരമാണ്. പക്ഷെ അവിടെ എന്താണ്, ആന അവിടെ തന്നെ നിൽക്കുകയാണ്, ആ പറമ്പിൽ തന്നെ. അങ്ങോട്ട് പോയിട്ടില്ല എന്തായാലും. ഇത് ആദ്യമായിട്ടല്ലേ വരുന്നത്? ആദ്യമായിട്ടാണ് ഈ ഏരിയയിലോട്ടൊക്കെ ആന വരുന്നത്. എന്തായാലും അതിന്റെ മേളിൽ മലയുടെ ആ സൈഡിലൊക്കെ ആന ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഇത്രയും ജനവാസ മേഖലയിലോട്ട് ആന ഇറങ്ങി വരുന്നത്, ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും ആ ഭാഗത്ത് വനമേഖലയുണ്ട്. പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഭാഗത്താണ് വനമേഖല ഉള്ളത്. എന്നാൽ ആന നടന്ന എറണാകുളം ജില്ലയുടെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടം വരെ നമുക്ക് പോകാനുള്ള അസൗകര്യമുണ്ട്. പ്രത്യേകിച്ച് ആളുകൾ പടക്കം പൊട്ടിച്ച് ആന വരാതിരിക്കാനുള്ള ശ്രമമൊക്കെ ഇപ്പം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തുണ്ട്. വനം വകുപ്പിന്റെ ആ ഭാഗത്ത് ഉദ്യോഗസ്ഥരുണ്ട്. ഇതൊരു ആന ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. ദിവിഷ്, മാറിക്കോളൂ, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറൂ ജെയിൻ. എന്തായാലും പരിചിതമല്ലാത്തൊരു സ്ഥലമാണ്. ആളുകളും അവിടുത്തെ നാട്ടുകാരും വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്നു. എന്തായാലും വേഗത്തിൽ ആനയെ തിരിച്ച് കാട് കയറ്റാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. തൊടുപുഴ നഗരത്തിനോട് തന്നെ, ടൗണിനോട് തന്നെ ഏകദേശം അടുത്ത് നിൽക്കുന്ന സ്ഥലത്താണ് ഈ 2 ആനകൾ എത്തിയത്. ഇപ്പോൾ പടക്കം പൊട്ടിച്ചൊക്കെ ആനയെ കാട് കയറ്റാൻ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നു.